നല്ലൊരു ആയുസ്സും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തരണം. അതുപോലെ തന്നെ കണ്ണം തടഞ്ഞ് തിരക്കായതുകൊണ്ടായിരുന്നു. ഐഫോണ് നല്ല വിലയാണ്, നമുക്ക് നനയ്ക്കാൻ പറ്റാത്തത്. നമ്മള് ഇവിടുന്ന് നീങ്ങിയിട്ട് ഇനി സംസാരിക്കാം കേട്ടോ. ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആര്യ പാർവതി ഒഫീഷ്യൽ. സോ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോ, അതായത് സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഉദ്ഘാടനത്തിന് പോകുന്നത് ആയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ചോറ് കൊടുക്കാൻ ഗുരുവായൂർ പോകുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. സോ സ്റ്റൈൽഡ് ബൈ നസ്രിൻ എന്ന് പറയുന്ന പേജിലെ ചേച്ചിയാണ് എനിക്ക് അന്ന് ഇനാഗ്രേഷന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. ചേച്ചിയുടെ ടീമിലുള്ള ദീപിക ചേച്ചിയുടെ ടീമിലുള്ള ആൾക്കാരാണ് ഇവർ. അപ്പോൾ ദീപിക ചേച്ചി രാവിലെ ഒബ്വിയസ്ലി എന്താ പറയുക, അവിടെ ഷോപ്പിൽ ആൾക്കാർ, ഉദ്ഘാടനത്തിൻ്റെ ആൾക്കാരൊക്കെ രാവിലെ വരുന്നതിൻ്റെ തിരക്കായതുകൊണ്ട് ചേച്ചി ഏൽപ്പിച്ചതാണ് ഈ നസ്രിൻ ചേച്ചീനെ. ഞാൻ വിചാരിച്ചതിന്, എനിക്ക് മേക്കപ്പ് ഒന്നും ചേരുന്ന ഒരാളല്ല, പക്ഷേ ചേച്ചി എനിക്ക് ഭയങ്കര സ്കിൻ ടോണിന് ചേരുന്ന രീതിയിലൊരു മേക്കപ്പും ഹെയർ ഞാൻ പറഞ്ഞിരുന്നു ബാക്കിൽ വെറുതെ വെറുതെ ഒരു ഇർക്കിലി പിന്നൽ പോലെ മതി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ജസ്റ്റ് ഒന്ന് മുടി ഫ്രണ്ടിൽ ഒന്ന് പ്ലേറ്റ് ചെയ്തിട്ട് പൂ ഇതുപോലെ വെച്ച് തന്നു കേട്ടോ. സാരി നമുക്ക് എന്ന് പറഞ്ഞൊരു പേജിൽ നിന്നായിരുന്നു. ബ്ലൗസ് എടുത്ത് പറയേണ്ടത് നങ്ങേലി എന്ന് പറഞ്ഞ പേജിൽ ചേച്ചി എനിക്കും പാലുവിനും സെയിം കളറ് മെറ്റീരിയൽ എടുത്തിട്ട് ടോപ്പ് തയ്ച്ച് തന്നിരിക്കുകയായിരുന്നു കേട്ടോ. സോ ഇത് നമുക്ക് മലപ്പുറത്ത് അങ്ങാടിപ്പുറത്ത് എൻ്റെ ദീപിക എന്ന് പറയുന്നത് ചേച്ചി ഞങ്ങളെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ വർക്കിനേക്കാൾ ഉപരി നമ്മൾ തമ്മിൽ ഭയങ്കര ഒരു ആത്മബന്ധം ഉണ്ടായി. അവിടെ നിന്ന് നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ കണക്ട് ആവില്ലേ കുറേ ആൾക്കാരായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കണക്ട് ആയ ഒരാളാണ് എൻ്റെ ലൈഫിൽ ദീപിക ചേച്ചിയായിട്ട്. പിന്നെ നമുക്ക് നല്ലൊരു ആത്മബന്ധമായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ഉദ്ഘാടനത്തിന് ഞാൻ പറഞ്ഞു വിളിച്ചില്ലെങ്കിലും ഞാൻ വരും. പക്ഷേ അവസാനം ഞാനതൊരു ഉദ്ഘാടക എന്നൊരു രീതിയിലേക്ക് വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷേ ചേച്ചി വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാൻ വരും, അതിൽ വേറെ കാര്യമില്ല. അപ്പം നമ്മുടെ കൂടെ ഉദ്ഘാടനത്തിന് ഉണ്ടായിരുന്നത് അശ്ബിനാണ്. അശ്ബിൻ സീരിയൽസൊക്കെ ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ നന്ദനം സീരിയലിലൊക്കെ കൃഷ്ണവേഷമൊക്കെ ചെയ്തിരുന്നു. പിന്നെ അശ്ബിൻ ഏതാ സീരിയൽ ചെയ്തതെന്ന് എനിക്ക് പേര് ആക്ച്വലി കറക്റ്റ് അറിയില്ല, ക്ഷമിക്കണം. പിന്നെ അശ്ബിൻ ഒരു കൂച്ചിപ്പുടി ഡാൻസർ കൂടെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അശ്ബിനെ നേരത്തെ പരിചയമുണ്ട്, കാരണം ഞാനും അശ്ബിനും കൃഷ്ണ ജന്മാഷ്ടമിക്കൊരു വീഡിയോ ചെയ്തിരുന്നു, റീൽ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് തമ്മിലറിയാം. സോ നമുക്കിതിന് ശേഷം ഒരു ഷൂട്ടുണ്ട് എനിക്കും അശ്ബിനും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മാച്ചിലൊക്കെ വന്നിരിക്കുന്നത്. അശ്ബിൻ എന്നോട് ചോദിച്ചു നമുക്ക് ഒരു റീൽസൊക്കെ പ്ലാൻ ചെയ്യണം. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സെയിം കോസ്റ്റ്യൂമിലൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ അതേ കളർ ഡ്രസ്സ് അശ്ബിനും ഉണ്ട്. സോ അങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലെഫ്റ്റിൽ ഒരു മഞ്ഞ വൈറ്റൊക്കെ ഇട്ട് നിൽക്കുന്നില്ലേ സനീഷ് സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ. സനീഷേട്ടൻ അത്യാവശ്യം പേർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ സനീഷേട്ടൻ്റെ ഷൂട്ടായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ട് വീഡിയോ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ലോങ് ബാക്ക് ഷൂട്ട് ചെയ്തിരുന്നു. കുറച്ച് നാളായിട്ടോ ഈ വീഡിയോ. അപ്പോൾ പാലുവിൻ്റെ ഡ്രസ്സൊക്കെ കണ്ടല്ലോ അല്ലേ നിങ്ങൾ. എൻ്റെ ബ്ലൗസിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ചേച്ചി പാലുവിന് ടോപ്പ് തയ്ച്ചിരിക്കുന്നത്. താഴെ നല്ല ഞൊറിയുള്ള ഒരു സെറ്റിൻ്റെ സ്കേർട്ടാണ്. അപ്പോൾ എനിക്ക് ചേച്ചി സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ആക്ച്വലി ഒന്നും എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. നമ്മുടെ മനസ്സ് തുറന്ന് എന്താ സംസാരിക്കാൻ തോന്നിയതൊക്കെ വെച്ചാൽ ഞാൻ അങ്ങനെ സംസാരിച്ചു. എൻ്റെ ബാക്കിലിരിക്കുന്ന ഐ വാസ് ട്രൈങ് ടു പാലുവിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ, പക്ഷെ അവൾ എല്ലാവരെയും കൂടെ കണ്ട് പാവം ഷോക്കായി. ഇതാണ് സനീഷേട്ടൻ. സനീഷേട്ടൻ്റെ ഷൂട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി. എല്ലാ വീഡിയോസും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല, കാരണം ഹറിബറി ആയിരുന്നു. പാലക്കുട്ടൻ്റെ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ആദ്യം ദീപം ഞാനാ തോന്നുന്നു ആദ്യം കൊളുത്തിയത്. യെസ്, ഞാൻ ദീപം കൊളുത്തി. അതിനുശേഷം അശ്ബിനാണ് ദീപം കൊളുത്തിയത്. അതിനുശേഷം ദീപിക ചേച്ചിയുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ ചേച്ചി. ഒരുപാട് സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ട് ചേച്ചി, ഒരുപാട് വർക്ക്സ് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. ഒരിക്കലും ഒരു ഉദ്ഘാടകർ എന്നുള്ള രീതിയിൽ വന്നാൽ, അമ്മ ഉണ്ടായിരുന്നു, അമ്മ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് അമ്മ സാരി ഒന്നും ഉടുത്തില്ല. സോ പാലുവിൻ്റെ കാര്യങ്ങൾ നോക്കി എനിക്ക് ഒരുങ്ങുമ്പോൾ അമ്മ അവിടെ ഉണ്ടാവണം. സോ അങ്ങനെ എന്നെ നോക്കിയിരുന്നിട്ട് അമ്മയ്ക്ക് മര്യാദയ്ക്ക് റെഡിയാവാൻ പറ്റിയില്ല. സോ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നതെല്ലാം നമ്മുടെ സറൗണ്ടിങ്ങിൽ നമ്മൾ ചേച്ചിനെ ഹാപ്പിയാക്കി വെക്കുന്ന ആൾക്കാരെ തന്നെയാണ് ചേച്ചി വിളിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മൾ വലിയ ആൾക്കാരാണെന്നോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ചേച്ചിക്ക്
നമ്മൾ എന്ത് കാര്യത്തിനും ചേച്ചിയുടെ കൂടെ നമ്മൾ നിൽക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാരെയാണ് ചേച്ചി വിളിച്ചിരിക്കണേ. അപ്പം അങ്ങനെ നമ്മൾ ഉദ്ഘാടനമൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അതായത് വിളക്ക് കൊളുത്തി കഴിഞ്ഞു. ഇപ്പോൾ സനീഷേട്ടൻ ഞാൻ ലേറ്റായി വന്നതിന് എന്നെ സനീഷേട്ടൻ കളിയാക്കുകയാണ്. ചില ആൾക്കാർ ലേറ്റായിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് സനീഷേട്ടൻ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇൻറ്റീരിയർ വാസ് വെരി ബ്യൂട്ടിഫുൾ. ചേച്ചിയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഇത്രയൊക്കെ ചേച്ചിക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അത്ഭുതമായിരുന്നു. അപ്പോൾ ചേച്ചി കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ കോൾ ചെയ്ത് ഷോപ്പൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ കാണിച്ചിരുന്നു. ഞാൻ വന്നപ്പോൾ അത്യാവശ്യം കണ്ണൂരിലുള്ള ലോക്കൽ മീഡിയാസ് ഉണ്ടായിരുന്നു, അല്ലാത്ത മീഡിയാസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതൊക്കെ ചേച്ചിയുടെ ഗ്രോത്ത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. നല്ല പേസ്റ്റൽസിൽ വരുന്ന നല്ല ഇൻറ്റീരിയർ ആയിരുന്നു. അപ്പോൾ അതൊക്കെ വളർച്ച കാണുമ്പോൾ ഇനിയും ഒരു നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്നോർത്തിട്ട് മനസ്സറിഞ്ഞ് എനിക്ക് സന്തോഷമായി. ചേച്ചിക്കൊരു മോളാണ് ഉള്ളത് കേട്ടോ. ചേച്ചി ഒരു സിംഗിൾ പേരൻ്റാണ്. സോ ഐ എം വെരി പ്രൗഡ് ഓഫ് ഹെർ. അതിനുശേഷം ഇവരുടെ തന്നെ നമുക്ക് കുറച്ച് ഇൻ്റർവ്യൂ അവിടുത്തെ ചാനൽസും അല്ലാതെയും യൂട്യൂബിലേക്കും കുറച്ച് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അവർ വന്നിട്ട് എടുത്തിരുന്നു. പിന്നെ ഇതൊക്കെ ആക്ച്വലി ബ്രൈഡൽ റൂമാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അവിടെ വന്ന് നേരിട്ട് ഒരുങ്ങണം എന്നുണ്ടെങ്കിലൊക്കെ ദിസ് വിൽ ബി ദ റൂം വെർ ഷീ ഡു മേക്കപ്പ് ആൻഡ് ഓൾ. ഇത് പിന്നെ അവിടുത്തെ കുറച്ച് ഫാമിലിയൊക്കെ വന്ന് നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കുമായിരുന്നു. സോ പാലുവിൻ്റെ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്ത്. ആക്ച്വലി നമ്മളന്ന് വ്ളോഗൊന്നും ചെയ്യണം എന്നുള്ളൊരു ഇതിലായിരുന്നില്ല. കാരണം ഷീ ഈസ് വെരി ഹാപ്പി. കാരണം ആ സമയത്ത് എൻ്റെ യൂട്യൂബൊക്കെ ശരിയാവാതെ നിൽക്കുന്ന സമയമാണ്, കുറച്ച് ഇഷ്യൂസ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കണോ വേണ്ടയോ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് വെർട്ടിക്കലി വീഡിയോ ഒന്നും ഇല്ലാത്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. നെക്സ്റ്റ് വീഡിയോ മുതൽ നമുക്ക് പക്കയായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചേച്ചി തന്നെ സെൽഫ് പ്രൊമോട്ട് ചെയ്യുകയാണ് ചേച്ചിയുടെ ചാനൽ. എനിക്ക് വയ്യ, ചത്താലും വേണ്ടില്ല. ചേച്ചാന്ന് തന്നെ വിളിക്കണേ. തുറക്കാൻ പറ്റുന്നില്ല. ബാ ഇത് ലൂസായിട്ട് അങ്ങനെ വൈകുന്നേരം അവിടെ നിന്ന് തിരിച്ചന്ന് രാത്രി നമ്മൾ ഗുരുവായൂരെത്തി. നമ്മൾ പാലുവിന് നിന്ന് ചോറ് കൊടുക്കാൻ വെളുപ്പിന് 2 മണിക്ക് എണീറ്റിരിക്കുക. അപ്പം ഞങ്ങൾ ചോറ് കൊടുക്കാനായിട്ട് നമ്മൾ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങുവാണ്. ഇനി വന്നിട്ട് നമുക്ക് ഫുൾ വീഡിയോ എടുക്കാം. ബൈ. അങ്ങനെ ഫൈനലി ഞാൻ തിരിച്ച് റൂമിൽ പോയി ഫോൺ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെളുപ്പിന് 2 മണിക്ക് എനിക്ക് ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥമായിട്ട് എനിക്ക് തൊഴണം. ഞാനൊരു ഗുരുവായൂർ ഭക്തയാണെന്ന് എല്ലാവർക്കും, എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. സോ എനിക്ക് സമാധാനമായിട്ടന്ന് തൊഴാനായിട്ട് പറ്റി. പിന്നെ പാലുവിന് ചോറ് കൊടുത്തിട്ടാണ് നമ്മൾ നടയിലേക്ക് കയറി തൊഴുന്നത്. ഇനി ഈ ഡ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വേറെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ഡ്രസ്സ് റെഡ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ അമ്മയ്ക്കൊന്നും ഇഷ്ടമായില്ല. അപ്പോൾ പാലുവിന് ആനയെ ഭയങ്കര ഇഷ്ടം. പക്ഷേ പേടിച്ച് മേളിൽ കയറിയിരിക്കുകയാണെന്ന് മാത്രം. നടന്ന് മണ്ണൊക്കെയാണ് കാലിൻ്റെ താഴെ കേട്ടോ. സോ നമ്മൾ ചോറൊക്കെ കൊടുത്തു, അമ്പലത്തിൽ കയറി തൊഴുതു. പിന്നെ തിരിച്ച് ഭയങ്കരമായിട്ട് ഞാൻ മഴ നനഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഫുള്ള് മഴ നനഞ്ഞു. അപ്പം ഞങ്ങൾ പാലുവിന് ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞു. അവൻ്റെ ഫോട്ടോസും കൂടെ കിട്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ കമ്പനിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വലിയ വ്ളോഗൊന്നും അല്ല, പക്ഷെ ഇവിടെ വെറുതെ നമ്മൾ നടക്കുന്നതൊക്കെ വെറുതെ വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു, ഒരു മെമ്മറി ആയിട്ട്. അപ്പോൾ ചോറൂണിൻ്റെ അവിടെയൊന്നും ഫോൺ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഫോട്ടോസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അവർ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരും. എന്നിട്ടും കഴിക്കാം. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? സന്തോഷം. എത്ര നാളായി വന്ന് കണ്ണൻ്റെ മുന്നിലൊന്ന് കുഞ്ഞിന് ചോറ് കൊടുക്കണമെന്ന് വിചാരിക്കണം. ആര്യാണെങ്കിൽ എന്നും പരാതിയാണ്, ഗുരുവായൂർ വരാൻ പറ്റണില്ല. എല്ലാം ഒരു നിമിത്തം പോലെ നടന്നു. ഭംഗിയായിട്ട് കണ്ണനെ കണ്ടു, തൊഴുതു. പാലൊരു വഴക്കില്ലാതെ ഊണ് കഴിച്ചു. തൊട്ടിലിൽ കിടന്നിട്ട് വരണുണ്ടായിരുന്നില്ല പോരാനായിട്ട്. അപ്പോൾ എല്ലാം ഒരു സന്തോഷമുള്ളൊരു ദിവസമായിട്ട് എല്ലാം ഭംഗിയാക്കി തന്നു കണ്ണൻ. കുറച്ച് വൈകിയെങ്കിലും കണ്ണൻ്റെ മുന്നിൽ ഇനി എപ്പോഴും വരാൻ പറ്റട്ടെ. ഞാൻ ലാസ്റ്റ് വന്ന് ഞാൻ ഡെലിവറിയുടെ അഡ്മിറ്റ് ഞാൻ പ്രസവിച്ച ഹോസ്പിറ്റൽ ഇവിടെ തൊട്ടടുത്താണല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ പാല് ജനിച്ച സ്ഥലമാണോ ഗുരുവായൂർ? അത് അവർക്ക് അറിയില്ല, നമ്മുടെ വീട്ടുകാരും ഓർക്കണില്ലത്. അത് ഞാൻ ലാസ്റ്റ് ഡെലിവറിക്ക് അഡ്മിറ്റ് ആകുമ്പോൾ ഇവിടെ വന്ന് അകത്ത് കയറിയില്ല, ഇവിടെ വന്ന് തൊഴുതിട്ടാണ് ഞാൻ ഡെലിവറിക്ക് കണ്ണനോട് പറഞ്ഞിട്ട് പോണത്. നല്ലൊരു ആയുസ്വാരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തരണം. അതുപോലെ തന്നെ കണ്ണൻ തന്ന്. അപ്പോൾ അത് കണ്ണന് കണ്ണൻ്റെ മുന്നിൽ വന്ന് ചോറ് കൊടുക്കാൻ ഇത്തിരി താമസിച്ചു പോയി. കണ്ണൻ ക്ഷമിക്കും.
ആര്യയെ വരാനും എല്ലാരും കൂടെ ഒന്നിച്ച് ചെയ്യേണ്ട ജോലി എല്ലാം കൂടെ തിരക്കായോണ്ടായിരുന്നു. ഐഫോണിന് നല്ല വിലയാണ്, നമുക്ക് നനയ്ക്കാൻ പറ്റാത്തത് നമ്മള് ഇവിടുന്ന് നീങ്ങിയിട്ട് ഇനി സംസാരിക്കാം കേട്ടോ. ഈ ഒരു കാര്യത്തിൽ എനിക്ക് എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. എത്ര മഴയാണെങ്കിലും എൻ്റെ വീഡിയോ എടുത്തു തരാനായിട്ട് ഇതുപോലൊരാൾ ഇൻട്രസ്റ്റ് കാണിച്ചു തരത്തില്ല കേട്ടോ. എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. പാവം ഫുള്ള്. അങ്ങനെ അമ്മയൊക്കെ നടയുടെ ഫ്രണ്ടിലെത്തി. ഞാനച്ഛനും വീഡിയോ ഒക്കെ എടുത്ത് മഴ നനഞ്ഞ് ഇവിടെ വന്നപ്പോൾ പാലുവിന് ഒരാൾ മയിൽപ്പീലി കൊണ്ട് കൊടുത്തിരിക്കണു. അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ നമ്മുടെ ഗുരുവായൂർ അമ്പലം നടയിൽ മൊത്തം വിവാഹങ്ങളാട്ടോ. അപ്പോൾ അന്ന് അതിങ്ങനെ കണ്ട് രസിച്ച്, വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, അവിടെ പോയി ഇങ്ങനെ കണ്ട് രസിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പാലുക്കുട്ടൻ മയിൽപ്പീലിയൊക്കെ കിട്ടി, അതിങ്ങനെ കണ്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയുടെ സൗന്ദര്യം ആസ്വദിച്ച് ഞാൻ ഇങ്ങനെ അമ്മയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു. അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് താലി കെട്ടണം എന്ന്? എന്താ എന്താ ആഗ്രഹങ്ങളൊന്നും പണ്ട് പണ്ടുമില്ലോ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അച്ഛനും അമ്മയും പറയണ എന്താണ്? ഞങ്ങൾക്ക് വലിയ നാണമൊന്നുമില്ല, എന്നാലും ഇതാരെ പകരം മൈക്കിൽ തന്നെ. നേരെ വാ കാണും. ഞങ്ങൾ ചോറൊക്കെ കൊടുത്തു. എപ്പോൾ വന്നാലും രാമകൃഷ്ണയിലാണ് നമ്മൾ റൂം എടുക്കാറ്. ഇവിടെ തന്നെയൊക്കെ ലഞ്ച് ഹൗസും ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾക്ക് ഏറ്റവും മുകളിലാണ് കിട്ടിയത്, കാരണം ലാസ്റ്റ് മിനിറ്റാണ് നമ്മൾ സന്ദീപേട്ടനെ വിളിച്ച് ബുക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാണ്. നമ്മളെല്ലാം ലാസ്റ്റ് മിനിറ്റിലെ തീരുമാനങ്ങളായതുകൊണ്ട് തന്നെ എന്താ പറയുക, എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഏറ്റവും മുകളിലാണ്. അതിൻ്റെ ഒരു പ്രയാസമേ ഉള്ളൂ. എൻ്റെ സ്കേർട്ടാണെങ്കിൽ ഇറ്റ്സ് ബിറ്റ് വെരി ലോങ്, അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ബട്ട് ദാറ്റ്സ് ഓക്കെ, വി ഗോട്ട് എ ഗുഡ് റൂം. മുകളിലേക്ക് നടക്കുവാണ്. ഒരുപാട് നമുക്കറിയാവുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടു, സംസാരിച്ചു, ഫോട്ടോസ് എടുത്തു, എല്ലാവരെയും പരിചയപ്പെട്ടു. പാലുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുന്ന ആളുകൾ, എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ, എല്ലാം കൊണ്ടും പ്രിറ്റി മച്ച് ഹാപ്പി. നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു വീഡിയോ എടുത്ത് അല്ലേ എന്താ പറയുക, ഫുള്ള് കാലിൻ്റെ, അതായത് പാവാടയുടെ ഏറ്റവും താഴെ കംപ്ലീറ്റ് ചെളിയായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത ആളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പാലു ഇഷ്ടായാ? അങ്ങോട്ട് പോകണ്ട, ഇല്ലില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല പാലു. അച്ഛാ, എത്ര നാളായി അച്ഛൻ വ്ളോഗിൽ വന്നിട്ട്? പാലു അങ്ങോട്ട് പോകാൻ പറ്റില്ല, അച്ഛൻ്റെ അടുത്തേക്ക് പോക്കോ. പാലുവിന് ഇട്ട ഡ്രസ്സ് പാവാട വേണ്ട, അതെ, അതുകൊണ്ട് നമ്മൾ ഇന്നലെ രാത്രി ഇവിടുന്ന് തന്നെ വാങ്ങിച്ച ഡ്രസ്സാണ്. അപ്പോൾ എൻ്റെ ഒരു മാലയുണ്ട്, ചോക്കർ, അപ്പോൾ ആ മാലയൊക്കെ ഇട്ടിട്ടാണ് പാലിരിക്കണേ. അച്ഛാ മുണ്ട് താത്തിയിട. അച്ഛന് മുണ്ടുണ്ടെന്ന് കാണാൻ പറ്റുള്ള നേരെ താഴെ കിടന്നപ്പോൾ. അച്ഛാ, എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ ചോറ് കൊടുക്കണമെന്ന്? ഇവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വലുത്, ഇവള് മാത്രമായിരുന്നു ഏറ്റവും വലുത്. ഇല്ലില്ല, നോ നോ, ഇവള് മാത്രമേ വായിൽ വരണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ കുട്ടികളും നേരെ കണ്ടില്ലേ, നല്ല ഡീസന്റ് കൊച്ചുങ്ങൾ. ഹലോ, ഇത് വേണോ?
അപ്പോൾ അതേ പാലു റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്താ പറയുക, ഞാനൊരു മിനറൽ വാട്ടർ വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ മിനറൽ വാട്ടർ താങ്ങി പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ആവശ്യമില്ലാണ്ട്. എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണ്ടാവില്ല അച്ഛന്? പ്ലീസ് അച്ഛൻ എന്തേലും പറ അച്ഛാ പ്ലീസ്. അത് കയ്യിലെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ആദ്യ പാർവതിയുടെ വേറൊരു വെർഷനാണ്. അതായത് നമ്മുടെ കൂതറ വെർഷൻ. വേറൊന്നുമല്ല, ഇനി അവിടുത്തെ സാധനങ്ങളെല്ലാം എറിഞ്ഞ് പൊട്ടിക്കുക എന്നുള്ളതാണ് അവളുടെ ആ ജന്മലക്ഷ്യം. ആ ഫോൺ 3-4 പ്രാവശ്യം അവൾ പൊട്ടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഒരു കൃഷ്ണൻ്റെ ഒരു നാടൻ പാട്ടുണ്ട്, കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാനത് കേൾപ്പിച്ചില്ല. പക്ഷേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനത്തെ പാട്ടുകളൊക്കെ. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നു. അന്ന് വൈകുന്നേരം തന്നെ രാവിലെ തന്നെ നമുക്ക് തിരിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അമ്മ ഓരോന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ്. ഒരുപാടൊന്നും പാക്ക് ചെയ്യാനില്ല. പക്ഷേ ഇപ്പോൾ പാലും കൂടെ വന്നതിന് ശേഷം നമുക്ക് കുറേ കാര്യങ്ങൾ എടുക്കാനും പിടിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മ അതെല്ലാം വൃത്തിയായിട്ട് മടക്കി എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പാലുവിൻ്റെ ഡാൻസ് എന്ന് പറയുന്നത് ഇതാണ്. സർപ്പം തുള്ളൽ പോലെയാണ് പാലുവിൻ്റെ ഡാൻസ്. പിടിച്ചിട്ടൊക്കെ കളിക്കുകയുള്ളൂ. എവിടെയൊക്കെ ചെന്നാൽ തലയിടിക്കണമെന്ന് ആ കുട്ടിക്കും അറിയില്ല. കണ്ടില്ലേ, എനിക്കും അറിയില്ല, അമ്മയ്ക്കും അറിയില്ല, അച്ഛനും അറിയില്ല. ആ മൂലയിൽ ചെന്ന് 10 പ്രാവശ്യം അടിക്കും. പക്ഷേ എന്നിട്ട് അവൾക്ക് ബോധമുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കണ്ടില്ലേ, ഈ കണ്ണ് ലെഫ്റ്റിലേക്ക് നോക്കും, ഈ ഒരു കറക്കമാണ്. എന്നിട്ട് എവിടെയെങ്കിലും കിടക്കും. അതായത് ആരെങ്കിലും അവളെ പിടിക്കാൻ വരുന്നുണ്ടോയെന്ന് എന്നാണ് അവൾ നോക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് അവൾ കണ്ണുകൊണ്ട് ദൃഷ്ടിഭേദം കാണിക്കുന്നതെന്ന്. നോ വേ മാൻ, അവൾ ആരെങ്കിലും വരുന്നുണ്ടോ? കണ്ടോ നിങ്ങൾ ഇതൊക്കെ കാണണം ഗൈസ്. ഐ വോണ്ട് യു ടു സീ ഓൾ ദീസ് തിങ്സ്. കണ്ടില്ലേ, എന്നിട്ട് തലറിങ് കുറച്ചു നേരം നിൽക്കും. അയൺ ഡെഫിഷ്യൻസി ആണെന്നുള്ളവരെ കണ്ടില്ലേ, ആ വീഡിയോ കാണുകയാണ്. ആ വീഡിയോ കണ്ട് വീണ്ടും ഡാൻസ് തുടങ്ങിയിരിക്കുകയാണ്. ഇനി ആ കുട്ടി കാലിടിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തുനിന്ന് കുറച്ച് ഡ്രസ്സ് എടുത്ത് പുറത്തേക്ക് വയ്ക്കുക. അമ്മ എന്തോ വിളിച്ചിട്ടുണ്ട്, അപ്പോൾ അത് പേടിച്ച് ഒന്നും ചെയ്യാത്തതാണ്. വീണ്ടും ആ വീഡിയോ കണ്ട് രസിച്ചിരിക്കുകയാണ്. പിന്നെ എന്താണ്, അച്ഛൻ വീണ്ടും വിളിക്കാൻ തോന്നുന്നു കേട്ടോ, ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് ഇതേ പുറത്തേക്ക് പോയി, അച്ഛനും പുറകെ പോയി. ഇനിയിപ്പോൾ ഈ കാണുന്നത് നമ്മൾ ട്രാഫിക്കിൽ വണ്ടി പോകാൻ പറയില്ലേ, അത് കണ്ട് നമ്മളോടൊക്കെ ഇതാ പറയുക. റെഡിയായി നമ്മൾ പോകുവാണ് തിരിച്ച്. രാവിലെ അച്ഛനൊക്കെ കുറച്ച് ആവശ്യങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവർക്ക് നേരത്തെ പോകണം. സോ നമ്മൾ പോവുകയാണ് കേട്ടോ. എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങി. ടാറ്റ പറ ബാലു, ഇവരോട് ടാറ്റ പറ. ടാറ്റ പറ. ബാക്കിലാരാ ബാലു? പുറകിലാരാ? ടാറ്റ പറ. വിശക്കുന്നുണ്ടോ ബാലു? വേണ്ട. വിശക്കുന്നുണ്ടോ? ചോറ് വേണോ? പാല് വേണോ? ഓക്കെ, നമ്മളപ്പോൾ ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഭയങ്കര മഴയായിരുന്നു ഗുരുവായൂർ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുകയാണ്, മഴയൊന്ന് മാറിയിട്ട് അങ്ങോട്ട് പോകാൻ. അപ്പോൾ പാലുവിനെ നമ്മൾ നമ്മുടെ ബാഗിൻ്റെ മുകളിലേക്ക് ഞാൻ പെട്ടിയിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, പാലുവിന് എന്താ പറയുക, നമ്മളത് പറയുമ്പോൾ ആൾക്കാർ തള്ളാൻ തോന്നും. പക്ഷെ കണ്ടില്ലേ, കൈ താളം ഇടുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ, തിരിച്ചും മറിച്ചും. സോ ചെറുതായിട്ട് ഭയങ്കര ജ്ഞാനം ഒന്നല്ല പറയണം, പക്ഷെ ഇഷ്ടമാണ് പാട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ക്ലാസിക്കൽ സോങ്സൊക്കെ അവളെ ഇങ്ങനെ കേൾപ്പിക്കാറുണ്ട്. അപ്പോൾ അതിങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ താളം ഇടുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി വീഡിയോ എടുത്ത് വെച്ചതാണ്, വലുതാകുമ്പോൾ അവളെ കാണിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് വെച്ച് ഞാൻ വരുന്നതാണ്. അപ്പം നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കും. കമലാ സഖി മുഖ കമല സദന ശ്രീ കമല പ്രിയ കമലേക്ഷണ ശ്രീമന്നാരായണ 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 ശ്രീപാദമേ ശരണം. പാട്. ശ്രീമന്നാരായണ 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 ശ്രീപാദമേ ശരണം.
അധികം പാടി കൊടുത്തടി. സ സ രി രി ഗ ഗ മ മ പ പ ധ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ മ മ ഗ ഗ രി രി സ സ സ സ രി രി ഗ ഗ രി രി സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ ഗ ഗ രി രി ഗ ഗ മ മ പ പ ദ ദ പ പ മ പ പ ദ ദ പ പ മ മ ദ ദ പ പ മ മ ദ ദ മ മ പ പ മ മ ദ ദ നീ നീ സ സ നീ നീ ദ ദ നീ നീ സ സ നീ നീ ദ ദ ന ന സ സ നീ നീ ദ ദ പ ന നീ നീ ദ ദ പ പ മ മ ദ ദ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ